ഹരി ഓം. സംസ്കൃത ഭാഷാ സഹായിയുടെ ഇന്നത്തെ സുഭാഷിതം ക്ലാസ്സിൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ സുഭാഷിതം എന്താണെന്ന് നമുക്ക് നോക്കാം. അതിപരിചയാദവജ്ഞാ സന്തതഗമനാദ് അനാദരോ ഭവതി. സന്തതഗമനാദനാദരോ ഭവതി. മലയേ ഭില്ലപുരന്ത്രീ ചന്ദനത്തരു കാഷ്ടമിന്ധനം കുരുതേ. തിരിച്ച് പറഞ്ഞു നോക്കാം. അതിപരിചയാത് അവജ്ഞ സന്തത ഗമനാത് അനാദരോ ഭവതി. മലയേ ഭില്ലപുരന്ത്രീ ചന്ദനതരു കാഷ്ടം ഇന്ധനം കുരുതേ. ഇതാണ് ഇതിൻ്റെ അർത്ഥം. ഇനി നമുക്ക് ഓരോ വാക്കായിട്ട് നോക്കാം. അതിപരിചയാദവജ്ഞ. പരിചയാദവജ്ഞ തിരിച്ചു പറയും. പരിചയാദവജ്ഞ. പരിചയാദവജ്ഞ ഇങ്ങനെ പിരിച്ചു പറയും. പരിചയാത് അല്ലെങ്കിൽ എഴുതിയാലും കുഴപ്പമില്ല. പരിചയാത് പ്ലസ് അവജ്ഞ. അത് കഴിഞ്ഞിട്ട് സന്തത ഗമന അനാദരോ. സന്തത ഗമന ധനാദരോ. അനാദരോ എന്ന് പറഞ്ഞാൽ അനാദരഹ എന്നാണ് അർത്ഥം. തിരിച്ചു പറയുന്നത് സന്തത ഗമനാത് പ്ലസ് അനാദരഹ. അനാദരോ അല്ലെങ്കിൽ അനാദരഹ ഇങ്ങനെയാണ്. അനാദരോ ഗമനാത് അനാദരോ. പിന്നെ മലയെ ഭില്ലപുരന്ത്രി ചന്ദനതരു കാഷ്ടം ഇന്ധനം. കാഷ്ടമിന്ധനം അതെങ്ങനെ പിരിച്ചു പറയും? കാഷ്ടം പ്ലസ് ഇന്ധനം. ഇതാണ് അതിൻ്റെ അർത്ഥം. ഇത്രയാണ് പിരിച്ചു പറയുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യമായിട്ട് അതിപരിചയാദവജ്ഞ. നമ്മൾ ആളുകളുമായിട്ട് കൂടുതൽ പരിചയം, ഭയങ്കരമായിട്ടങ്ങ് പരിചയം. ചിലപ്പോൾ അറിഞ്ഞൂടാത്തൊരാൾ വന്ന് നമ്മുടെ അടുത്ത് വന്ന് വേഗം വന്ന് നിന്ന് പരിചയപ്പെട്ട് പിന്നെ ഒന്നും കൂടെ നിന്ന് പരിചയം പുതുക്കലും ഒക്കെയാണ്. അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ അത് അവജ്ഞയിലേക്ക് വന്നേക്കാം. രണ്ടാമത്തത് സന്തത ഗമനാദ് അനാദരോ ഭവതി. സന്തതം എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മുടെ കൂടെ വരികയാണ്. കൂടെ വന്നാലും അനാദരവും ഉണ്ടാകും. ഭവതി എന്ന് പറഞ്ഞാൽ ഉണ്ടാകുക. അനാദരോ ഭവതി എന്നാണ്. അതായത് ഇപ്പോൾ സ്ഥിരമായി ഒരു സദസ്സിൽ ഇങ്ങനെ ഒരാൾ വരികയാണ്, ബഹുമാന്യനായ ഒരാളാണ്, സദസ്സിൽ വരികയാണ്. ആദ്യത്തെ പ്രാവശ്യം വന്നു. അപ്പോൾ ആൾ പക്ഷേ വിളിച്ചിട്ടില്ല, ക്ഷണിക്കാതെ വന്നിരിക്കുകയാണ്. ക്ഷണിക്കാതെ വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്തു? ആളുകൾ വിചാരിച്ചോ കുഴപ്പമില്ല, ബഹുമാന്യനായ ഒരാളല്ലേ, വരട്ടെ, കുഴപ്പമില്ല എന്ന് വെച്ച് അത് സ്വീകരിക്കും. പക്ഷേ എല്ലാ വേദികളിലും ഇതുപോലെ ക്ഷണിക്കാതെ വന്നാൽ എന്താണ് അവസ്ഥ? അത് അനാദരവല്ലേ അല്ലേ? അനാദരം അല്ലെങ്കിൽ അവജ്ഞയൊക്കെ അല്ലേ? അങ്ങനെ വരുന്നു. അതുപോലെ പിന്നെ അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഒരു ആൾ സ്ഥിരം നമ്മുടെ പിന്നാലെ നടക്കുകയാണ് സഹായത്തിന് വേണ്ടിയിട്ട്. ഓരോ പ്രാവശ്യം ഓരോ സഹായം ചോദിച്ചുകൊണ്ടിരും. അപ്പം നമുക്ക് അവരോട് എന്ത് ചെയ്യും? ഒരു അവജ്ഞ, ഒരു പുച്ഛം തോന്നുന്നത് ഏത് സമയം നമ്മുടെ പിന്നാലെ നടക്കുന്നു. അങ്ങനെയാണ്. അപ്പോൾ അവജ്ഞ തോന്നുന്നു, അവരോട് അവജ്ഞ തോന്നുന്നു, അല്ലെങ്കിൽ അനാദരവ് തോന്നുന്നു, ആദരവ് തോന്നുന്നില്ല എന്നാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇപ്പം ഉദാഹരണമായിട്ടാണ് അടുത്ത വരി, മൂന്നാമത്തെ വരി, നാലാമത്തെ വരി നോക്കിക്കോളൂ. മലയേ ഭില്ലപുരന്ത്രീ ചന്ദന തരു കാഷ്ടമിന്ധനം കുരുതേ. മലയേ എന്ന് പറഞ്ഞാൽ മലയ പർവ്വതത്തിൽ. മലയേ എന്നുള്ള സപ്തമി വിഭക്തിയാണ്. അതിൽ എന്നുള്ള അർത്ഥം. മലയ പർവ്വതത്തിൽ ഭില്ലപുരന്ത്രി ആരാണ്? കാട്ടാള സ്ത്രീ. അവരെന്ത് ചെയ്യുന്നു? ചന്ദനതരു വൃക്ഷ. ചന്ദനതരു എന്ന് പറഞ്ഞാൽ ചന്ദന വൃക്ഷം. കാഷ്ടം ഇന്ധനം. ഇവിടെ പറഞ്ഞു കാഷ്ടം
ഇന്ധനം. അതാണ് കാഷ്ടം, ഇന്ധനം. കാഷ്ടം എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പം മരങ്ങളുടെയും വൃക്ഷങ്ങളുടെയൊക്കെ തടി എന്ത് ചെയ്യും? ചിലർ കത്തിക്കാൻ ഉപയോഗിക്കും, വിറകായിട്ട് ഉപയോഗിക്കും. ചിലർ എന്ത് ചെയ്യും? ഓരോ ആവശ്യത്തിന്. അപ്പം ആ വിറക് അല്ലെങ്കിൽ തടിക്കഷ്ണത്തിനെയാണ് കാഷ്ടം എന്ന് പറയുന്നത്. ചന്ദന തരു കാഷ്ടം എന്തിൻ്റെ തടിയാണ്? ചന്ദന തരുവിൻ്റെ, ചന്ദന മരത്തിൻ്റെ കാഷ്ടം ഇന്ധനം, ഇന്ധനമാക്കുന്നു, കുരുതേ ചെയ്യുന്നു. എന്ത് ചെയ്യുന്നു? ഇന്ധനമാക്കി ചെയ്യുന്നു. ആര്? ഭില്ലപുരന്ത്രി. എന്തുകൊണ്ടായിരിക്കും? അതായത് ചന്ദനമരം, ആ സ്ത്രീ എപ്പോഴും, ഭില്ലപുരന്ത്രി എപ്പോഴും എന്താണ്? ചന്ദനമരമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ആ മലയപർവ്വതത്തിൽ നിറച്ച് ചന്ദനമരങ്ങളാണ്. അപ്പോൾ അത് തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വിചാരിക്കും ഇനി വേറെ തടി വേണ്ടല്ലോ, അതിൻ്റെ തടി എടുത്തിട്ട് അവരെന്ത് ചെയ്യുന്നു? ഇന്ധനമാക്കുന്നു. ഇന്ധനമാക്കുക എന്ന് പറഞ്ഞാൽ ഭക്ഷണം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു എന്ന് വെച്ചാൽ ഉണ്ടാക്കാനുള്ള ഇന്ധനമാണ്. ഇന്ധനം എന്ന് പറഞ്ഞാൽ എന്താ? കത്തിക്കാനുള്ളത് അല്ലേ? ഗ്യാസ് ഇന്ധനമല്ലേ? അതേപോലെ തടി കൊണ്ട് ഇന്ധനമാക്കി ഭക്ഷണ പദാർത്ഥങ്ങൾ പാകം ചെയ്യുന്നു. എന്തുകൊണ്ടാണ് അവരത് സ്ഥിരമായി കാണുന്നത് കൊണ്ടാണ്. പക്ഷേ വേറൊരാൾ നമ്മളാരെയും കാണുമ്പോൾ എന്ത് ചെയ്യും? അയ്യോ, അത് പിന്നെ ചന്ദനമരമല്ലേ, നമ്മൾ നല്ല പവിത്രമായ സാധനമല്ലേ എന്നൊക്കെ നമ്മൾ വിചാരിക്കും. എന്തുകൊണ്ടാണ്? പണ്ടുള്ളവർ പറയില്ലേ, മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല, വേറൊരു മുറ്റത്തിറങ്ങി മണം കണ്ടേനെ അല്ലേ? അപ്പോൾ അത് നമ്മുടെ വീട്ടിലുള്ള നിറച്ച് സാധനം ഉണ്ടെങ്കിൽ അത് നമുക്ക് വലിയ ഇത് കൊടുക്കുന്നില്ല. അതേസമയം മറ്റുള്ളവരുടെ കാര്യമാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ അതുപോലെ തന്നെ പിന്നെ ഭില്ലപുരന്ത്രി എന്ത് ചെയ്യുന്നു? ചന്ദനമരമാണ് തനിക്ക് ചുറ്റും ഇഷ്ടം പോലെ കാണുന്നത്. അപ്പോൾ അതിൽ നിന്ന് വിറകെടുത്ത് എന്ത് ചെയ്യുന്നു? ഭക്ഷണം പാകം ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നു എന്നാണ്. പിന്നെ സാധാരണ നമ്മളെപ്പോലുള്ളവരൊക്കെ എങ്ങനെയാണ്? ചന്ദനമരം വല്ലപ്പോഴുമാണ് കാണുന്നത് അല്ലേ? വല്ലപ്പോഴും കാണുമ്പോൾ അതിനെന്ത് ചെയ്യും? അതിനെ നമ്മൾ പൂജിക്കും ഇല്ല, അത്രമാത്രം ബഹുമാനിക്കും. എന്നാൽ സ്ഥിരമായിട്ട് ധാരാളം കാണുകയും ചെയ്തത് കൊണ്ടാണ് എന്ത് ചെയ്തു? അവർ ഇന്ധനമാക്കി അത് ഉപയോഗിച്ചത്. അപ്പോൾ ഇവിടെ ചന്ദനമരം എന്നുള്ളതാണ് ബഹുമാനിക്കേണ്ടതാണ്. അപ്പോൾ ചന്ദനമരത്തെ മഹാത്മാവായിട്ടാണ് കൽപ്പിച്ചിരിക്കുന്നത്. പിന്നെ അതുപോലെ ഇന്ധനത്തെ എന്തായിരുന്നു? അവജ്ഞയായിട്ട്. അപ്പോൾ ചന്ദനമരത്തെ മഹാത്മാവായിട്ടും പിന്നെ ഇന്ധനത്തെ അവജ്ഞയായിട്ടും ഇവിടെ കരുതുകയാണ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇന്നത്തെ സുഭാഷിതം ക്ലാസ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.